കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കുമാരനാശാന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മുണ്ടക്കലിലെ കാക്ക വീട്. മഹാകവി കുമാരനാശാന്റെ ഓർമ്മകൾ ഉണർത്തി കൊല്ലം മുണ്ടക്കലിലെ കാക്ക വീട് ഇന്നും നിലനിൽക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണെങ്കിലും കുമാരനാശാന്റെ അവസാനത്തെ അത്താഴവും ഒടുവിൽ ധരിച്ച ഓവർകോട്ടും കാക്ക വീട്ടിൽ നിന്നുള്ളതായിരുന്നു. ഇവിടെ നിത്യ സന്ദർശകനായിരുന്നു കുമാരനാശാൻ. കൊടും തണുപ്പുള്ള രാത്രിയിൽ ചൂടുകഞ്ഞിയും പയറുതോരനും കഴിച്ച് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വീട്ടുകാരണവരും ഉറ്റ ചങ്ങാതിയുമായ പരവൂർ TK നാരായണൻ സ്നേഹപൂർവ്വം സമ്മാനിച്ചതാണ് കോട്ട്. പിറ്റേ ദിവസം പുലർച്ചെ പല്ലനയാറ്റിലെ ബോട്ടപകടത്തിൽ കുമാരനാശാൻ മരിച്ച വാർത്ത കേട്ട് കാക്ക വീടും മൂകമായി. കുമാരനാശാൻ യാത്ര പറഞ്ഞ് 15 വർഷത്തിനു ശേഷം TK നാരായണനും മരിച്ചു. ആര്യസമാജം ശാഖകൾ എല്ലായിടത്തും ആരംഭിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കാനാണ് അന്ന്, അതായത് 1924 ജനുവരി 14 കുമാരനാശാൻ മുണ്ടക്കലിലെ കാക്ക വീട്ടിൽ എത്തിയതെന്ന് പത്രാധിപർ TK നാരായണൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. ആലപ്പുഴയിലായിരുന്നു അടുത്ത ദിവസത്തെ കുമാരനാശാൻ്റെ പരിപാടി. കൊല്ലം ആലപ്പുഴ ബോട്ടിൻ്റെ സമയം അടുത്തതിനാൽ ധൃതിയിൽ അത്താഴം കഴിച്ച് കാറ്റും തണുപ്പും വിശറുമല്ലേ, ഈ കോട്ട് കൂടി ധരിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു ഹാങ്ങറിൽ കിടന്ന കോട്ട് കുമാരനാശാനെ നാരായണൻ ധരിപ്പിച്ചത്. നവോത്ഥാന കാലത്ത് തിരുവിതാംകൂറിലെ പൊതുജീവിതത്തിൽ ജ്വലിച്ചു നിന്ന പ്രതിഭാശാലികളിൽ ഒരാളാണ് പത്രാധിപർ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ട TK നാരായണൻ. 1891 പരവൂർ കേശവനാശാന്റെ പത്രാധിപത്യത്തിൽ പറവൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച സുജനനന്ദിനിയിലാണ് TK നാരായണൻ ആദ്യം പത്രാധിപരാകുന്നത്. മകനും റിട്ടയർഡ് SP-യുമായ KN ബാലനാണ് TK നാരായണൻ്റെ ജീവചരിത്രം എഴുതിയത്. ശ്രീനാരായണ ഗുരു സാന്നിധ്യം അരളിയിട്ടുള്ള കാക്ക വീട്ടിൽ മുൻ മുഖ്യമന്ത്രി C. കേശവൻ ഉൾപ്പെടെ നിരവധി പേർ സന്ദർശകരായിട്ട് വന്നിട്ടുണ്ട്. 82-കാരനായ റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ M. ശശിധരനാണ് ഇപ്പോൾ കാക്ക വീടിന്റെ ഉടമ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.